ഭാഗം 34. എല്ലാ ഭാഷയിലെയും എല്ലാ മതത്തിലെയും എല്ലാ എഴുത്തുകാരും മരുഭൂമിയെ ബോധോദയത്തിൻ്റെയും ആത്മീക ഉണർവിൻ്റെയും ഇടമായിട്ടാണ് കണ്ടിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത്. മരുഭൂമിയിലെ ജീവിതവും അലച്ചിലും തലച്ചോറിൽ ജ്ഞാനത്തിൻ്റെ ബിഗ് സ്ഫോടനം സൃഷ്ടിക്കുന്നുവെന്ന് അവർ പറയുന്നു. എന്നാൽ മരുഭൂമി എനിക്കൊരു ഉണർവും ഉണ്ടാക്കിയിട്ടില്ല. 3 വർഷക്കാലത്തിലധികം ഞാൻ മരുഭൂമിയിലുണ്ടായിരുന്നു. പിന്നത് മുറിച്ചു കടക്കാൻ ഒരു ശ്രമം നടത്തി. അപ്പോഴൊക്കെ തികഞ്ഞ ദുഃഖവും നിരാശയുമല്ലാതെ മറ്റൊന്നും മരുഭൂമി എനിക്ക് സമ്മാനിച്ചിട്ടില്ല. ആത്മീയ ജ്ഞാനം തേടി വരുന്നവർക്ക് മാത്രമാവാം മരുഭൂമി അത് സമ്മാനിച്ചിട്ടുള്ളത്. ഞാനൊന്നും തേടിച്ചെന്നവനല്ലല്ലോ, അകപ്പെട്ട് പോയവനല്ലേ. എനിക്കൊന്നും നൽകുവാനില്ലെന്ന് അത് തീരുമാനിച്ചു കാണും. പിന്നെയും 2 ദിവസം കൂടി ഞങ്ങൾ മരുഭൂമിയിൽ കിടന്ന് ദിക്കറിയാതെ വല്ലാതെ അലഞ്ഞു. ഞങ്ങൾ എവിടെയും എത്തിയില്ല. ആരും ഞങ്ങളെ രക്ഷിച്ചില്ല. അപ്പോഴേക്കും ഞങ്ങൾ ശരിക്കും തളർന്നു കഴിഞ്ഞിരുന്നു. പഴുത്ത മണലിൽ നടന്ന് ഞങ്ങളുടെ കാൽപാദങ്ങൾ പൊട്ടിയൊലിച്ചു തുടങ്ങിയിരുന്നു. നീര് കയറി മുട്ടുവരേക്കും എത്തിയിരുന്നു. സഹിക്കാൻ വയ്യാത്ത നീറ്റൽ, വേദന, കഴപ്പ്. അന്നേതാണ്ട് ഉച്ചനേരമായി കാണും. അതുവരെ ശാന്തനായി നടന്നിരുന്ന ഹക്കീം പെട്ടെന്ന് ഹാലിളക്കിയതുപോലെ വെള്ളം വെള്ളം എന്നാർത്തു വിളിച്ചുകൊണ്ട് മുന്നോട്ട് ഓടി. അള്ളാ, വെള്ളമോ? മനസ്സിൽ പൊന്തി വന്ന ഒരാന്തലോടെ അവൻ ഓടിയ ദിക്കിലേക്ക് ഞാൻ മിഴിച്ചു നോക്കി. അത് പക്ഷേ ഒരു സാധാരണ മരീചിക മാത്രമാണെന്നും അത്രയും ദിവസത്തെ മരുഭൂമി ജീവിതം കൊണ്ട് എനിക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു. ഞാൻ അവനെ മടക്കി വിളിച്ചു. എന്നാൽ ഹക്കീം അതൊന്നും കേൾക്കാതെ മതിഭ്രമം ബാധിച്ചവനെ പോലെ വെള്ളം വെള്ളം എന്നലറി വിളിച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ ഓടി. ഞാനും ഇബ്രാഹിമും കൂടി അവനെ തടയാൻ നോക്കിയെങ്കിലും എന്തോ ഭ്രാന്തമായ ഒരു കരുത്തിൽ അവൻ ഞങ്ങളെ തട്ടിമാറ്റി ചൂടുമണൽ വാരി വാരി തിന്നുകൊണ്ടിരുന്നു. പിന്നെ അലറി ഛർദ്ദിക്കാൻ തുടങ്ങി. എനിക്കും ഇബ്രാഹിമിനും ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനാവാത്ത വിധം ഞങ്ങൾ നിസ്സഹായരായിരുന്നു. ഛർദ്ദിച്ച് ഹക്കീം ചോര തുപ്പാൻ തുടങ്ങി. അവൻ മണലിൽ കിടന്ന് അടികൊണ്ട പാമ്പിനെ പോലെ പുളഞ്ഞു. അവൻ്റെ കണ്ണുകൾ പുറത്തേക്കുന്തി. അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും നുരയ്ക്കും പതയ്ക്കും ഒപ്പം കൂടുതൽ ചോര ഒലിക്കാൻ തുടങ്ങി. ഇബ്രാഹിം, എന്തെങ്കിലും ഒന്ന് ചെയ്യ. എൻ്റെ ഹക്കീം, അവനിപ്പോൾ ശാപം. വേവലാതിയോടെ ഞാൻ കെഞ്ചിക്കരഞ്ഞു. അള്ളാ, എൻ്റെ പടച്ചോനെ, സർവ്വചരാചരങ്ങളുടെയും ഉടയവനെ, ഒന്നും വരുത്തല്ലേ. എൻ്റെ ഹക്കീമിന് ഒന്നും വരുത്തല്ലേ. അവനെ നീ കാക്കണേ. ഞാൻ നെഞ്ചത്തടിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ആകാശത്തേക്ക് നോക്കി. കത്തിജ്വലിക്കുന്ന സൂര്യൻ മാത്രം. ഞാൻ വീണ്ടും കരഞ്ഞുകൊണ്ട് ഇബ്രാഹിമിൻ്റെ അരികിലേക്ക് ചെന്നു. എന്തെങ്കിലും ഒന്ന് ചെയ്യ് ഇബ്രാഹിം. നിശ്ചലനായിരിക്കുന്ന അവനെ അന്നേരത്തെ സങ്കടത്തിന് ഞാൻ അടിക്കുകയും തൊഴിക്കുകയും തുപ്പുകയും ശപിക്കുകയും ചെയ്തു. ഹക്കീമിനെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തിന് വിട്ടുകൊടുക്കാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ നമുക്കാവില്ല. അവൻ കരച്ചിൽ സ്വരത്തിൽ മന്ത്രിച്ചു. അത്രയും നിസ്സഹായനായി ഇബ്രാഹിമിനെ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അപ്പാടെ തകർന്നുപോയി. ഞാൻ കണ്ണുകളടച്ച് നിലത്ത് കുത്തിയിരുന്നു. ഹക്കീമിൻ്റെ ആ പിടച്ചിൽ എനിക്ക് കാണാനാവുമായിരുന്നില്ല. കുറച്ചു നേരം കൂടി അവൻ്റെ മുരൾച്ചയും പിടച്ചിലും ഞാൻ കേട്ടു. പിന്നത് നിശബ്ദമായപ്പോൾ ഞാൻ പതിയെ കണ്ണു തുറന്ന് അവനെ ഒന്ന് നോക്കി. അവൻ എന്നെ തന്നെ തുറിച്ചു നോക്കി കിടക്കുകയാണ്. എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഓടി അവൻ്റെ അടുക്കൽ ചെന്നു. പൊന്നുമോനെ ഹക്കീം, ഒന്നുമില്ലടാ, ഒന്നും. ഞാൻ അവനെ എടുത്ത് മടിയിലേക്ക് കിടത്തി. അവൻ കണ്ണുകളൊന്ന് ചലിപ്പിച്ചു. പിന്നത് പതിയെ നിശ്ചലമായി. എൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു ഇരുൾപ്പാട വന്ന് മൂടുന്നത് ഞാൻ അറിഞ്ഞു. എൻ്റെ ശരീരത്തിനെ ഒരു തളർച്ച ബാധിച്ചു. ഞാൻ നിലത്തേക്ക് കുഴഞ്ഞു വീണു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ ഇബ്രാഹിം ഗാദാരിയുടെ തോളിൽ ഞാനൊരു വേതാളത്തെപ്പോലെ തൂങ്ങിക്കിടക്കുകയാണ്. മരുഭൂമിയാണെങ്കിൽ ശൗര്യത്തോടെ ചീറിയടിക്കുന്നു. അതും അക്ഷരാർത്ഥത്തിൽ തീ നിറച്ച മണൽക്കാറ്റ്. ഒറ്റ ചുവട് പോലും മുന്നോട്ട് വയ്ക്കാനാവാത്ത അവസ്ഥ. എന്നിട്ടും ഇബ്രാഹിം എന്നെയും എടുത്തുകൊണ്ട് പരമാവധി വേഗത്തിൽ ഓടുകയാണ്. എന്തിനാണ് അവനിങ്ങനെ ഓടുന്നതെന്ന് എനിക്കും മനസ്സിലായതേയില്ല. എന്നാൽ ആ തോളിൽ നിന്ന് ഇറങ്ങാനാവാത്ത വിധം ഞാൻ തളർന്നു പോയിരുന്നു. ആ കിടപ്പിൽ കിടന്നു നോക്കിയപ്പോൾ മുന്നിലെ മണൽക്കൂനകൾക്ക് പിന്നിൽ എന്തോ ഒരു അനക്കം. എനിക്ക് അതിശയമായി. ഞാൻ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. പെട്ടെന്ന് എനിക്ക് ബോധ്യമായി, മണൽക്കൂനയ്ക്ക് പിന്നിലല്ല, മണൽക്കൂന തന്നെയാണ് ചലിക്കുന്നത്. കടലിൻ്റെ അങ്ങേ കോണിൽ നിന്ന് ഒരു തിരമാല ഉയർത്തിക്കൊണ്ടുവരുന്നത് പോലെ ഒരു മണൽ തരിമാല മരുഭൂമിയുടെ അറ്റത്തു നിന്നും നീങ്ങി നിറങ്ങി വരികയാണ്. അതിൻ്റെ പിന്നാലെ കൂറ്റൻ തിരമാലകൾ വേറെയും. മരുഭൂമിയിലല്ല, ഒരു കടൽ തീരത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ.
അത് കൺമുന്നിൽ അതുവരെ കണ്ടുവച്ച എല്ലാ ദൃശ്യങ്ങളെയും മാറ്റി വരയ്ക്കുകയാണ്. മണൽക്കൂനകളുടെ ശിഖരങ്ങൾ മുന്നിൽ മുറിഞ്ഞു വീഴുന്നു. മണൽക്കൂനകൾ തന്നെ അന്തരീക്ഷത്തിൽ ലയിച്ച് ഇല്ലാതെയാവുന്നു. കണ്ണുകൾ ഇറുകെ അടച്ചോളൂ, ഇബ്രാഹിം കാദാരി അലറി വിളിച്ചു. അവൻ എന്നെ നിലത്ത് നിർത്തി ചേർത്ത് പിടിച്ചു. അനങ്ങരുത്, ഞാൻ കെട്ടിപ്പിടിച്ചു നിന്നു. ഇത്തിരി നിമിഷങ്ങൾക്കകം ആ തിരമാലയുടെ മുനമ്പ് ഞങ്ങളെ വന്ന് തൊട്ടു. മുഖത്തെയും ദേഹത്തെയും കൈകളെയും ചൂട് പിടിപ്പിച്ച മണൽത്തരികൾ പൊള്ളിച്ചുകൊണ്ട് പോകുന്നത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. എത്ര നേരം ആ മൺഗുഹയിൽ അങ്ങനെ നിൽക്കേണ്ടി വന്നു എന്നറിയില്ല. കാറ്റൊന്നടങ്ങിയെന്നറിഞ്ഞപ്പോൾ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. എന്നെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ആ മൺരൂപം. അന്തരീക്ഷമാകെ ചുവന്ന് കലങ്ങിയിരിക്കുന്നു. ഇത്തിരി പോലും ദൂരേക്ക് ഒന്നും കാണാനില്ല. എങ്ങും മൂടൽ മണ്ണ് മാത്രം. ഞങ്ങൾ ഏതാണ്ട് അരയ്ക്ക് താഴേക്ക് മണ്ണിൽ പൂഴ്ന്നു പോയിരുന്നു. അതിലുപരി എന്നെ അതിശയിപ്പിച്ച സംഗതി, നേരെ കൺമുന്നിൽ ഉണ്ടായിരുന്ന ഒരു മണ്ണുമല അവിടെ കാണാനേയില്ലായിരുന്നു. പകരം ഞങ്ങൾ ഓടിയിടത്ത് ഒരു വലിയ മണൽമല രൂപം കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മുന്നിൽ ഒരു വലിയ ഭൂപടം മാറ്റി വരച്ചതുപോലെ. സങ്കടം കൊണ്ട് ഞാൻ വലിയ വായിൽ നിലവിളിച്ചു. എൻ്റെ ഹക്കീമിനെ ആ മണൽമല എന്നേക്കുമായി മൂടിക്കളഞ്ഞിരുന്നു.